ഏപ്രിൽ 30 വിശുദ്ധ 5-ാം പിയൂസ് മാർപ്പാപ്പ. ജനനം 1504 ജനുവരി 17 ഇറ്റലിയിൽ. മരണം 68-ാമത്തെ വയസ്സിൽ 1572 മെയ് 1 റോമിൽ. ബോസ്കോയിലെ കുലീനമായൊരു കുടുംബത്തിലാണ് മൈക്കിൾ ഗിസ്ലേരിയുടെ ജനനം. ഡൊമിനിക്കൻ സന്യാസിനികളുടെ കീഴിൽ വ്യാകരണം പഠിച്ച മൈക്കിൾ 14-ാമത്തെ വയസ്സിൽ ഡൊമിനിക്കൻ സഭയിൽ ചേർന്നു. ഇതര നോവീസുമാരെ അപേക്ഷിച്ച് ബ്രദർ മൈക്കിൾ കൂടുതൽ എളിമയും അടക്കവും ആശാനിഗ്രഹവും പാലിച്ചിരുന്നു. പഠനത്തോടൊപ്പം പ്രാർത്ഥനയും പ്രായശ്ചിത്തവും അഭ്യസിച്ചു പോന്നു. 36-ാമത്തെ വയസ്സിൽ ബ്രദർ മൈക്കിൾ പുരോഹിതനായി. 16 വർഷം വിദ്യാർത്ഥികളെ തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും പഠിപ്പിച്ചു. അതേസമയം അവരെ ദൈവഭക്തിയുള്ളവരാക്കുവാൻ അദ്ദേഹം എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരുന്നു. 1556 സൂത്രി രൂപതയുടെ മെത്രാനായി അദ്ദേഹം ഉയർത്തപ്പെട്ടു. പിറ്റേ വർഷം തന്നെ അദ്ദേഹത്തെ കർദിനാളാക്കി. സ്ഥാനമാനങ്ങൾ അദ്ദേഹത്തിൻ്റെ എളിമയും വിനയവും വർദ്ധിപ്പിച്ചതേയുള്ളൂ. മെദീച്ചി കുടുംബത്തിൽ നിന്ന് 13 വയസ്സുള്ള ഫെർഡിനൻഡ് രാജകുമാരനെ കർദിനാളാക്കാൻ 4-ാം പിയൂസ് മാർപ്പാപ്പ ആലോചിച്ചപ്പോഴും 2-ാം മാക്സിമിലിയൻ ചക്രവർത്തി പ്രൊട്ടസ്റ്റൻ്റുകാരോട് യോജിച്ചു പോകാൻ പുരോഹിത വിവാഹം ശുപാർശ ചെയ്തപ്പോഴും കർദിനാൾ സംഘത്തിൽ നിന്ന് ശക്തിയായി എതിർത്തത് കാർഡിനൽ മൈക്കിൾ തന്നെയാണ്. 1566 ജനുവരി 7 കാർഡിനൽ മൈക്കിൾ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുകയും 5-ാം പിയൂസ് എന്ന നാമം സ്വീകരിക്കുകയും ചെയ്തു. 1563 സമാപിച്ച ട്രെൻറ്റ് സിനോദോസിൻ്റെ പരിഷ്കാരങ്ങൾ പൂർത്തിയാക്കേണ്ട ചുമതല പുതിയ മാർപ്പാപ്പയുടെ ശിരസിലായി. പുതിയ മീസാലും കാനൂന നമസ്കാരവും വേദോപദേശവും അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. ക്രിസ്തീയ തത്വസഖ്യം സ്ഥാപിച്ചു. തുർക്കികളുടെ ആക്രമണത്തെ ചെറുക്കുവാൻ ഒരു നാവിക സൈന്യം സംഘടിപ്പിച്ചു. സൈന്യത്തിൽ മാത്രം ആശ്രയിക്കാതെ ജപമാല ചൊല്ലി ദൈവമാതൃസഹായം അപേക്ഷിച്ചു. 1567 ഒക്ടോബർ 17 ലെപ്പാന്തോ ഉൾക്കടലിൽ വെച്ച് പേപ്പൽ സൈന്യം തുർക്കികളെ തോൽപ്പിച്ച് ക്രൈസ്തവ രാജ്യങ്ങളെ സംരക്ഷിച്ചു. വിവരം അദ്ദേഹം കർദിനാൾ സംഘത്തെ അറിയിക്കുകയും ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന വാക്യം ദൈവമാതാവിൻ്റെ ലുത്തീനിയയിൽ ചേർക്കുകയും ചെയ്തു. മാർപ്പാപ്പ ആയതിനു ശേഷവും അദ്ദേഹം ഡൊമിനിക്കൻ സഭാംഗങ്ങളെപ്പോലെ ദീർഘമായി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പല പേപ്പൽ ആർഭാടങ്ങളും ആഘോഷങ്ങളും വേണ്ടെന്ന് വെച്ച് അതിനാവശ്യമായ പണം സാധുക്കൾക്കും ദരിദ്രമായ ആശ്രമങ്ങൾക്കും കൊടുത്തുകൊണ്ടിരുന്നു. അനാദൃശ്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ എളിമ. ഒരു ദരിദ്രൻ്റെ വ്രണങ്ങൾ മാർപ്പാപ്പ ചുംബിക്കുന്നത് കണ്ട് ഒരു ഇംഗ്ലീഷ് പ്രൊട്ടസ്റ്റൻ്റുകാരൻ മാനസാന്തരപ്പെട്ടതായി ജീവചരിത്രകാരൻ പറയുന്നു. കഠിനമായ അധ്വാനവും പ്രായശ്ചിത്തവും നിമിത്തം ക്ഷീണിതനായ മാർപ്പാപ്പ 1572 മെയ് 1 ദിവംഗതനായി. 1712 മെയ് 22 ക്ലെമൻറ്റ് 11 അദ്ദേഹത്തെ വിശുദ്ധൻ എന്ന് നാമകരണം ചെയ്തു. വചനം ഹഗ്ഗായി 2-ാം അധ്യായം 9-ാം വാക്യം. ഈ ആലയത്തിൻ്റെ പൂർവ്വ മഹത്വത്തേക്കാൾ ഉന്നതമായിരിക്കും വരാൻ പോകുന്ന മഹത്വം, സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു. ഈ സ്ഥലത്തിന് ഞാൻ ഐശ്വര്യം നൽകും, സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു. വിചിന്തനം: ദൈവം വസിക്കുന്ന ആലയമാണ്, ദൈവാലയമാണ് നാം ഓരോരുത്തരും. ദൈവം നമ്മിൽ വസിക്കുന്ന നിമിഷം മുതൽ ഒരു ജീവിത രൂപാന്തരീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാൻ ആഗ്രഹിക്കുന്നുവോ? എങ്കിൽ വിവിധ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ തങ്ങൾക്ക് ലഭിക്കുന്ന ഒഴിവു സമയം പരിശുദ്ധമായ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും ആത്മപരിശോധനയ്ക്കും ചെലവഴിക്കേണ്ടതാണ്. അവരവരുടെ കടപ്പാടുകൾ നിർവഹിക്കാത്തവർ ആർക്കാണ് നന്മ ചെയ്യുക? ദൈവം അഭിലഷിക്കുന്ന നന്മ ചെയ്യുവാൻ ആരംഭിക്കുമ്പോൾ നമ്മുടെ ജീവിതം രൂപാന്തരീകരണം ആരംഭിക്കും. അത് മറ്റുള്ളവർക്ക് പ്രകാശമായി തീരുകയും അനേകരെ ദൈവത്തിലേക്ക് നയിക്കുകയും ചെയ്യപ്പെടുമാറാകട്ടെ.